നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം റിയാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലൂസിഫർ 2 അല്ലെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയിലെ ആ ജംഗിൾ ഫൈറ്റ് അതിന്റെ വീഡിയോ വന്നിരിക്കുകയാണ്. കടുവളെ പോലെ പറഞ്ഞ ആ സോങ് ഒക്കെ ഇട്ടിട്ടാണ് ആ വീഡിയോ വന്നിരിക്കുന്നത്. നമുക്ക് തിയേറ്ററിൽ നമ്മൾ ആ രംഗം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു എമ്പുരാൻ്റെ അകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത് ആ ഒരു ഫൈറ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം, എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞത് എന്നുള്ളത്. കാര്യം പടത്തിൽ ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നും ആൾക്കാർക്ക് പ്രത്യേകിച്ച് തോന്നാത്തത് കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു പാട്ടിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിച്ച്, അല്ലെങ്കിൽ ആ സീനിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിച്ച്. അപ്പോൾ എന്നിരുന്നാലും ആ വീഡിയോ നമുക്കത് കണ്ട് റിയാക്ട് ചെയ്യാം ഗൈസ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാം. രഞ്ജു ഖുറേഷി അബ്രം ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മുഖംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. അറിയില്ല, പക്ഷെ എന്നും പ്രാർത്ഥനയിൽ ആദ്യം തെളിയുന്നത് അവന്റെ മുഖമാണ്. സ്റ്റീഫൻ തിരിച്ചു വരും. എസേക്കിയേൽ 25:17 പഴയ നിയമം. കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകും. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കുന്നു. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. മുന്നിലിവനായി തുരുക്കി വെച്ച സിംഹാസനം ഒന്നു വന്ന പോരാളികൾ ചോര വീണ് മാഞ്ഞുപോയ മണ്ണ് പിടയും എതിരാളിയുടെ വാളിന് മൂർച്ചയുള്ള കണ്ണു നീ കൈതൊഴുന്ന ദൈവവും ചെറുത്താനും ഒന്ന് ഇവിടെ കോടിപ്പേര് വന്നു പോയി ചൂറ്റുമാരി നിന്ന് മുന്നേ വന്ന എതിരാളികൾ വന്നിട്ടുണ്ട്. கடவுளை போல காப்பவன் இவன், பேராசையே கொல்லும் சிவனா இவன். கடவுளை போல காப்பவன் இவன், பேராசையே கொல்லும் சிவனா இவன். கல்வனை வெல்லும் நல்லவன் இவன், பேரன்புக்கு என்றும் நல்லவன் இவன். ഈ സംസ്ഥാനത്തിലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ ഭയന്നിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരുന്നു സ്റ്റീഫൻ തിരുമ്പൽ. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കുത്തിന് തീർക്കാനും ശേഷിയുള്ള രാജതമ്പാൻ. ചുറ്റുപാടും യുദ്ധവേല ശത്രുവിന്റെ രക്തമൊഴുകും രാജാവിൻ കഥയുണ്ട്. ദൈവമല്ല രക്തം ഇവിടെ ഇതിനു വേണ്ടി പോരാടാൻ പടയാളികൾ സംവാദം. എതിരെ വന്ന യമദേവന് മരണമാണ് സമ്മാനം. Varanda, 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 varanda. Yudana ale, Yudana kule, Yaravina kele. Varanda, vara, Yudana ale, Yudana kule, Yaravina kele. Varanda, vara, Yudana ale, Yudana kule, Yaravina kele. Yudana kule, Yaravina kele. വാടാ. സംഭവം രസമുണ്ട്, കൊള്ളാം. ഇങ്ങനെ ആ ചെണ്ട മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി ഭയങ്കര രസമാണ്. കാര്യം ആദ്യം ഇങ്ങനെ കടുവലെ പോയെന്ന് ഇങ്ങനെ പതുക്കെ തുടങ്ങിയിട്ട് പിന്നീട് ചെണ്ടയുടെ സൗണ്ട് വരുന്ന പോർഷൻസ് അടിപൊളിയാണ്. മറ്റേ എനിക്ക് തോന്നില്ല ആ ഒരു മ്യൂസിക്കിന് അത്ര രസമൊന്നും ഇല്ല സത്യം പറയാം. ആ ലിറിക്സ് ഒന്നും പോരാ. കടവുളെ പോലെയുള്ള സംഭവം മിക്സ് ചെയ്തേക്കുന്ന ചെണ്ടയും സംഭവം പോലെ. പിന്നെ ഓഫ് കോഴ്സ് അതിലെ വിഷ്വൽസ് ഭയങ്കര ഗംഭീരമാണ്. മരം കത്തുന്നു എല്ലാം ഇട്ട് വരുന്നത് ഒരുപാട് സാധനം. ആ സാധനങ്ങളൊക്കെ പൊളിയാണ്. എനിക്ക് എന്തുകൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആ ഭാഗം ഇഷ്ടപ്പെട്ടത് കാര്യം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീഫനെ ആയിരുന്നു, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പോർഷൻസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്. പിന്നീട് ഓഫ് കോഴ്സ് അതിൻ്റെ അതിൽ ഖുറേഷി അബ്രാമിൻ്റെ സീനുകളൊന്നും വിചാരിച്ചു കൊള്ളുന്ന അത്ര സംഭവമായിട്ട് വന്നില്ല. പിന്നീട് ആകെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഹോപ്പ് സ്റ്റീഫനായിരുന്നു. സ്റ്റീഫനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സീൻ, അതായത് ഈ എമ്പുരാൻ രഥത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സീൻ ഇവിടുന്ന് ഈ ഒരു പോർഷനീന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സീൻസിനോടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നി.
ആ ഫൈറ്റ് സീനുകളൊക്കെ കാരണം സ്റ്റീഫൻ്റെ പോർഷൻസ് ഒരുപാട് ഉണ്ടല്ലോ. ഈ ഇങ്ങനത്തെ 2 പോർഷൻസ് മാത്രമല്ല, ആ പോർഷൻസ് ഇതിൻ്റെ അകത്ത് കാണിച്ചു. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ്റെ പോർഷൻസ് ആക്ച്വലി ഈ ഇതിൻ്റെ തന്നെ കാണിച്ചു തീർത്തു. ഇത്രേ ഉള്ളൂ സിനിമയിലും. അപ്പോൾ ആകെ രസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആ പോർഷൻസാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഭാഗമായിരുന്നു ആ ജംഗിൾ ഫൈറ്റ്. ഈ തിയേറ്ററിൽ കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സീൻ. ഓവറോൾ ഓവറോൾ എന്ത് നമ്മൾ കണ്ട സാധനം തന്നെ, ചുമ്മാ കണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.